ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരുമ്പോൾ എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിന് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരുന്നത്? അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് പല കാരണങ്ങൾ, അതായത് മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ട് പേഷ്യൻറ്റിന് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരാം, അല്ലെങ്കിൽ പൾമണറി ഫൈബ്രോസിസ് വരാം. അപ്പോൾ അതിൽ കോമൺ ആയിട്ടുള്ള കോസസ് എന്ന് പറയുന്നത് ചിലർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ജനറ്റിക്, അതായത് എന്തെങ്കിലും ഫാമിലിയൽ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ജനിതകപരമായിട്ട് എന്തെങ്കിലും അസുഖമുള്ള, അതായത് വാദം പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില പേഷ്യൻസിന് അതിന് സംബന്ധമായിട്ടുള്ള ചേഞ്ചസ്, വ്യത്യാസങ്ങൾ ലങ്സിലും വരികയും പിന്നീട് അത് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറിയിൽ, ഫാക്ടറി അങ്ങനെയൊക്കെയുള്ള ചില കെമിക്കൽ ഫാക്ടറിയിൽ, ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ വർഷങ്ങളായിട്ട് ഏതെങ്കിലും കെമിക്കൽ എക്സ്പോഷർ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് അവർ ശ്വാസകോശത്തിലേക്ക് എന്തെങ്കിലും കെമിക്കൽസ്, അതായത് ശ്വസിക്കുമ്പോൾ അവരുടെ ശ്വാസകോശത്തിലേക്ക് ചെന്നിട്ട് ലങ്സിന് ചേഞ്ചസ് വന്നിട്ട് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരാം. അതുപോലെ തന്നെ ഈ കോട്ടൺ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലൊക്കെ കോട്ടണൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് അങ്ങനെയൊക്കെയുള്ള ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരാം. പിന്നെ ഒരു ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്, അതായത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ് എന്ന് പറയും. ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലവ് ബേർഡ്സ്, അതുപോലെ പ്രാവ്, പക്ഷികൾ, അങ്ങനത്തെ ഈ പക്ഷികളുടെയൊക്കെ അവരുടെ ഈ വിസർജ്ജ വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീൻസൊക്കെ, ആ പ്രോട്ടീൻസ് ശ്വസിക്കുന്നതോടുകൂടി, വർഷങ്ങളായിട്ട് അത് ശ്വസിക്കുന്നതോടുകൂടി ലങ്സിൽ വരുന്ന ചേഞ്ചസ്, അതായത് അപ്പോഴും ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരാം. അപ്പോൾ അത് ഈ പ്രത്യേകിച്ചും ഈ പക്ഷികളെയൊക്കെ വളർത്തുന്ന, അതായത് ഈ ലവ് ബേർഡ്സ് അല്ലെങ്കിൽ പ്രാവുകൾ, അങ്ങനെ പക്ഷികളെയൊക്കെ വളർത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ഫാം പോലെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ കുറേ കാലങ്ങളായിട്ട് ഇതിനെ ഇങ്ങനെ എക്സ്പോഷർ വന്നിട്ട്, അതായത് ഈ പക്ഷികളുടെ ഈ പിന്നെ ഡസ്റ്റുമായിട്ട് എക്സ്പോഷർ വന്നിട്ട് കുറേ കാലം കൊണ്ട് ചിലപ്പോൾ ശ്വാസമുട്ടൽ കാണും. അപ്പോൾ അവർക്ക് ഡയഗ്നോസിസ് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പം ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് സിവിയർ ആയിട്ട്, അതായത് അതിൻ്റെ വലിയ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കിനായിരിക്കും മിക്ക പേഷ്യൻസിനും ചിലപ്പോൾ അത് ഡയഗ്നോസ്ഡ് ആവുന്നത്. പിന്നെ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് എങ്ങനെ വരാമെന്നത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, അതായത് പ്രകൃതി മലിനീകരണം കാരണം, അതായത് അന്തരീക്ഷ മലിനീകരണം കാരണവും ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ചില പേഷ്യൻസിന് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരാനായിട്ടുള്ള കോമൺ റീസൺസ് എന്ന് പറയുന്നത്. പിന്നെ ഏതെങ്കിലും ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരുന്ന അതും ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസിൻ്റെ ഒരു കാരണമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ശ്വാസമുട്ടൽ എന്തായാലും ഉണ്ടാകും, അതായത് വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ശ്വാസമുട്ടൽ അവർക്ക് കാണും. പക്ഷേ ഈ ശ്വാസമുട്ടലിൻ്റെ ഒരു പ്രത്യേകത അത് കൂടി വരും, അതായത് നേരത്തെ ഉള്ള പോലെ ആയിരിക്കില്ല ഇപ്പോൾ ശ്വാസമുട്ടൽ പതുക്കെ പേഷ്യൻറ്റിന് കൂടി വരും. അപ്പോൾ അതുപോലെ ഡ്രൈ കോഫ്, അതായത് കുത്തിയുള്ള ചുമ, കഫം അധികം പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, കഫം ഇല്ലാത്തുള്ള ചുമ പേഷ്യൻസിന് വരും. അപ്പോൾ മിക്കപ്പോഴും അങ്ങനെയുള്ള ഒരു സിംറ്റം വന്നു കഴിഞ്ഞാൽ അതല്ല ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ ആണോ എന്ന് നമുക്കൊരു ഡൗട്ട് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ഉള്ള പേഷ്യൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മിക്കപ്പോഴും മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി ശ്വാസമുട്ടെല്ലാം മരുന്ന് കഴിക്കുകയും, അല്ലെങ്കിൽ കാഷ്വാലിറ്റി, എമർജൻസി പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാതെ അവർ കാലങ്ങളായിട്ട് ശ്വാസമുട്ടലിനെ ട്രീറ്റ് ചെയ്യുകയും ചുമയുടെ കഫ് സിറപ്പ് കുടിക്കുകയും ഒക്കെ ചെയ്തിട്ട് കാലങ്ങളായിട്ട് സ്വയം ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ട്രീറ്റ് ചെയ്യാതിരിക്കുകയും ഇത് കണ്ടുപിടിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇത് ഒരുപാട് നാളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ഒരുപാട് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടാകും. അത് ഒത്തിരി വലിയ, അതിൻ്റെ സ്റ്റേജസ് നമുക്ക്, പേഷ്യൻറ്റിനെ വീണ്ടും ഓക്സിജൻ കുറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. പിന്നീടെന്ന് പറയുമ്പോൾ ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്, ഈ ശ്വാസമുട്ടൽ കൂടുന്നതനുസരിച്ചിട്ടാണ് ഈ ഓക്സിജൻ സാച്ചുറേഷൻ, ഓക്സിജൻ്റെ എമൗണ്ട് കുറഞ്ഞ് പേഷ്യൻറ്റിന് വരും. പിന്നീട് ഈ ശ്വാസമുട്ടൽ പേഷ്യൻറ്റിന് വളരെ സിവിയറായിട്ട് ശ്വാസമുട്ടൽ വരികയും, കുറച്ചൊന്ന് നടക്കുമ്പോൾ തന്നെ ശ്വാസമുട്ടൽ വരുന്ന ഒരവസ്ഥയിലേക്കും വരാറുണ്ട്. നിർത്താതെയുള്ള ചുമ, ഈ ചുമ എന്ന് പറയുമ്പോൾ അലർജി ചുമ പോലെ ഇന്ന സമയത്ത്, അല്ലെങ്കിൽ അലർജിക് സാധനങ്ങളെ ശ്വസിക്കുന്ന സമയത്ത് കൂടും, അങ്ങനെയല്ല. എപ്പോഴും ഒരു ദിവസത്തിൽ ഏത് സമയത്തും ഒരുപോലെ ആയിരിക്കും ചുമ, രാത്രിയാകുമ്പോൾ ചുമ കൂടുക, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സിംറ്റംസാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസിൽ പേഷ്യൻറ്റ് മെയിനായിട്ട് വരുന്നത്. ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാദം പോലുള്ള ചില അസുഖങ്ങളിൽ ഇതിങ്ങനെ കാണാറുണ്ട്. അപ്പം കോമൺ ആയിട്ട് നമ്മൾ വാദരോഗമായ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖമായിട്ട് ബന്ധപ്പെട്ടാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരുന്നതെങ്കിൽ വാദത്തിൻ്റേതായിട്ടുള്ള ചേഞ്ചസ്, വാദരോഗത്തിൻ്റേതായിട്ടുള്ള സിംറ്റംസും പേഷ്യൻസിനും ഉണ്ടാവും. ലക്ഷണങ്ങൾ, ജോയിൻറ്റ് പെയിൻ, ജോയിൻറ്റിന് എന്തെങ്കിലും ഡിഫോമിറ്റി, വിരലുകൾക്കൊക്കെ എന്തെങ്കിലും അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം, നിങ്ങൾക്ക് നിവർത്താൻ കഴിയുന്നില്ല, മടക്കാൻ കഴിയുന്നില്ല, അങ്ങനത്തെയുള്ള മൂവ്മെൻറ്റിന് പ്രശ്നം, അല്ലാതെ അതിൻ്റെ ഷേപ്പിന് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെനറ്റിക് ഡിസീസ്, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേറെയും, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള സിംറ്റംസ് അല്ലാതെ വേറെ
വേറെയും അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. അതായത് ചിലപ്പോൾ ചിലർക്ക് ഫുഡ് ഇറങ്ങുമ്പോൾ, അതായത് നമ്മളുടെ അന്നനാളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറക്കുന്ന സമയത്ത് ഭക്ഷണം ഇറങ്ങി പോകാനായിട്ടുള്ള ഒരു തടസ്സം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഞാൻ പറഞ്ഞ സ്ക്ലിറോഡെർമ എന്നൊക്കെ പറയുന്ന ചില രോഗങ്ങളുണ്ട്. ആ രോഗാവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടും ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരാം. അപ്പോൾ ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് അതായത് വൺസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളത് ഡയഗ്നോസിസ് എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ചെസ്റ്റ് എക്സ്റേ എടുത്തു. അപ്പോൾ ചെസ്റ്റ് എക്സ്റേ നമുക്ക് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസിന് കൺഫർമേഷനായിട്ട് പറയാൻ പറ്റത്തില്ല. അതായത് നമുക്ക് 100% ചെസ്റ്റ് എക്സ്റേ കണ്ടിട്ട് ഇത് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസാണ് അല്ലെങ്കിൽ പൾമണറി ഫൈബ്രോസിസ് എന്നാണ് അസുഖത്തിൻ്റെ പേര്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ HRCT ചെസ്റ്റ്, അതായത് നമ്മൾ ശ്വാസകോശത്തിൻ്റെ CT സ്കാൻ എടുക്കും. അപ്പോൾ ശ്വാസകോശത്തിൻ്റെ CT സ്കാൻ എടുക്കുന്ന സമയത്ത് അപ്പോൾ നമുക്കതിനകത്ത് ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് അല്ലെങ്കിൽ പൾമണറി ഫൈബ്രോസിസ് ആണെങ്കിൽ നമുക്കതിൽ നിന്ന് അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയും പേഷ്യൻ്റ് എത്രയും പെട്ടെന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ, ഇത് മാത്രമല്ല, അതായത് നമ്മളുടെ ഈ ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ ടെസ്റ്റുകൾ നടത്തുന്ന സമയത്ത് ഇത് മാത്രമല്ല അതിൻ്റെ ടെസ്റ്റ്, നമ്മൾ PFT പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതായത് ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് എത്രമാത്രം നമ്മുടെ ലങ്സിനെ, ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റിയും അതിൻ്റെ ഫ്ലോ വോളിയത്തിനെയൊക്കെ എത്രമാത്രം ശ്വാസകോശത്തിനെ അത് ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന PFT എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ചില ബ്ലഡ് ടെസ്റ്റുകളൊക്കെ, ചില സ്പെസിഫിക് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചില മാർക്കേഴ്സൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും ബ്ലഡിൽ. അപ്പോൾ ഇതൊക്കെ കണ്ടു വെച്ചിട്ടാണ് നമ്മൾ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസിൻ്റെ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ വൺസ് നമ്മൾ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ആണെന്ന് പേഷ്യൻറ്റ് ഡയഗ്നോസ് ചെയ്യുവാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഏറ്റവും ഏർലി സ്റ്റേജിൽ തൊട്ട് തന്നെയും എപ്പോഴും നമ്മളൊരു ടാബ്ലറ്റ് ഉണ്ട്. അതായത് നിൻറ്റഡാനിബ് എന്ന് പറയുന്ന ഒരു മെഡിസിനാണ് അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻ്റ് ആയിട്ട്. അപ്പോൾ ഈ നിൻറ്റഡാനിബ് എന്ന് പറയുന്ന ടാബ്ലറ്റ് അതിനെ ഫുള്ളി ആയിട്ട്, അതായത് മൊത്തത്തിൽ അതിനെ ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തുന്ന ഒരു ഒരു രോഗാവസ്ഥ അല്ല ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്. അപ്പം അതായത് ഉണ്ടായിരിക്കുന്ന ആ ഫൈബ്രോസിസ് പിന്നീട് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനായിട്ട് സഹായിക്കും നമ്മളുടെ ഈ മെഡിസിൻസ്. അപ്പോൾ നമ്മൾ ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അതായത് ഓക്സിജൻ കുറയുവാണെങ്കിൽ നമ്മൾ ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. റെഗുലറായിട്ട് പേഷ്യൻറ്റിനെ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് റെഗുലറായിട്ട്, അതായത് നിശ്ചിത നിശ്ചിത ദിവസങ്ങൾ, അതായത് മാസങ്ങൾക്കുള്ളിൽ നമ്മൾ വീണ്ടും PFT റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മളുടെ ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് നമ്മളുടെ ലങ് കപ്പാസിറ്റി എത്രമാത്രം അഫക്റ്റ് ചെയ്തു എന്ന് നമ്മൾ പ്രോപ്പറായിട്ട് വളരെ കാലം, അതായത് ഒരുപാട് നാൾ, അതായത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് നമുക്ക് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയുന്ന അസുഖം, അതായത് ഒരു പ്രോഗ്രസീവ് ഡിസീസാണ്. അത് കൂടി വരുന്ന ഒരു അസുഖമാണ്. നമ്മളുടെ ഈ നിൻറ്റഡാനിബ് എന്ന് പറയുന്ന ടാബ്ലറ്റ് പേഷ്യൻ്റ് കഴിക്കുമ്പോൾ, ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആരെങ്കിലും ഈ നിൻറ്റഡാനിബ് എന്ന് പറയുന്ന ടാബ്ലറ്റ് നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ രോഗാവസ്ഥ, അതായത് നിങ്ങളുടെ പൾമണറി ഫൈബ്രോസിസിനെ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യിക്കാതിരിക്കാനായിട്ട് ആ ടാബ്ലറ്റ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, മെയിൻലി നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്. പിന്നീട് ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരാനായിട്ടുള്ള, അതായത് ഒരു കോമൺ ആയിട്ടുള്ളത്, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് കോവിഡ്, അതായത് കോവിഡ് ബാധിച്ചിട്ടുള്ള പേഷ്യൻസ്, കോവിഡ് വന്നിട്ടുള്ള എല്ലാവർക്കും ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരില്ല. പ്രത്യേകിച്ചും കോവിഡ് വന്നിട്ടുള്ള പേഷ്യൻസിന് വലിയ കോവിഡ് ന്യൂമോണിയ ആവുകയും അവർ ICUയിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരികയും, ആ കോവിഡ് വന്ന സമയത്ത് നിങ്ങളുടെ ഓക്സിജൻ ലെവൽ കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ കോവിഡ് വന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് നാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കാം, അഡ്മിറ്റ് ആയിരുന്നായിരിക്കാം. കോവിഡ് കാരണം നിങ്ങൾക്ക് വളരെ ശക്തമായ ചുമ കുറേ കാലത്തേക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. കോവിഡിന് ശേഷവും, അതായത് നിങ്ങൾ കോവിഡ് സുഖപ്പെട്ടതിന് ശേഷവും നിങ്ങൾക്ക് ചുമ വീണ്ടും, അതായത് ഒരുപാട് നാൾ നിങ്ങൾക്ക് ചുമ നീണ്ടു നിന്നിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിനാണ് കോവിഡിന് ശേഷം ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരാനുള്ള സാധ്യത കൂടുതൽ. കോവിഡ് വന്നിരിക്കുന്ന എല്ലാ പേഷ്യൻസിനും ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് അല്ലെങ്കിൽ പൾമണറി ഫൈബ്രോസിസ് വരണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതിൽ ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ്, ഓൾറെഡി ലങ്സിൻ്റെ ആരോഗ്യം കുറഞ്ഞിരിക്കുന്ന പേഷ്യൻസിന്, അല്ലെങ്കിൽ പുകവലിക്കുന്ന പേഷ്യൻസിന്, COPD പോലുള്ള അസുഖങ്ങൾ ഓൾറെഡി നേരത്തെ ഉള്ള പേഷ്യൻസിന് ഒക്കെയാണ് കൂടുതലും ഈ ILD, കോവിഡിന് ശേഷം ILD വരാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. അപ്പോൾ അതിന് നമ്മൾ പോസ്റ്റ് കോവിഡ് സെക്യുല എന്നാണ് പറയുന്നത്. അതൊരു അതായത് ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസിന് യൂഷ്വലി ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. കാരണം കോവിഡ് വന്നതുകൊണ്ട് മാത്രം പേഷ്യൻ്റ് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും, അതായത് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് നിങ്ങൾക്ക് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഈ നിൻറ്റഡാനിബ് എന്ന് പറയുന്ന ടാബ്ലറ്റ്സ് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ പൾമണോളജിസ്റ്റ് നിർദ്ദേശിച്ച പോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ടത് കഴിക്കുകയും
നിങ്ങളതിൻ്റെ കൃത്യമായിട്ടുള്ള ഇടവേളകൾ ഫോളോ അപ്പിന് ചെല്ലുകയും പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എടുത്ത് നോക്കുകയും പിന്നീട് വേണ്ടി വന്നാൽ CT സ്കാൻ റിപ്പീറ്റ് ചെയ്യണം എന്ന് ഡോക്ടർ ആവശ്യപ്പെടുകയാണെങ്കിൽ CT സ്കാൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എടുത്ത് നോക്കുകയും ചെയ്യണം. അത് നമ്മൾ അതായത് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് നമ്മൾ വൺസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ഫോളോ അപ്പ് ഇല്ലാതെ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരിക്കൽ നിങ്ങൾക്ക് പൾമണറി ഫൈബ്രോസിസ് ആണ് എന്ന് ഡയഗ്നോസ് ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ പ്രോപ്പർ അതായത് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റിലൂടെ ഒരു പരിധി വരെ നമുക്ക് ഈ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് അല്ലെങ്കിൽ പൾമണറി ഫൈബ്രോസിസ് അതിൻ്റെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിൽ നിന്ന് നമുക്കതിനെ കൂടുതൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഏറെക്കുറെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം അതായത് ശ്വാസമുട്ടലുള്ള പേഷ്യൻ്റ്, അതായത് റെഗുലറായിട്ട് കുറേ കാലങ്ങളായിട്ട് ചുമയുള്ള പേഷ്യൻസ് ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ആണോ എന്നറിയാനായിട്ടുള്ളൊരു ഇവാലുവേഷൻ എപ്പോഴും ഒരു പൾമനോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും.